മനുഷ്യ മനസ്സിൻ്റെ താക്കോൽ തൻ്റെ ഉള്ളം കൈയിൽ ഭദ്രമാക്കിയിട്ടുള്ള ഒരു പ്രവാസി മലയാളിയെയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ആയിരക്കണക്കിന് പ്രവാസി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇന്ന് ഡോക്ടർ സിജി രവീന്ദ്രൻ ആശ്രയമാണ്, അത്താണിയാണ്. ഒരിക്കൽ തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അതിന് പരിഹാരം കാണാനായി നടത്തിയ ശ്രമങ്ങളും അന്ന് നേരിട്ട പ്രതിസന്ധികളുമാണ് ഡോക്ടർ സിജിയുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിച്ചത്. സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അതിന്റെ കൃത്യമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ മറ്റൊരു സ്ത്രീയോളം ആർക്കുമാകില്ല എന്ന തിരിച്ചറിവ് സിജിയെ അന്നൊരു യാത്രയ്ക്ക് പ്രേരിപ്പിച്ചു. മനഃശാസ്ത്ര വിഷയത്തിലുള്ള ആഴമേറിയ പഠനം സിജി ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ആ യാത്രയാണ് ഇന്ന് സിജിയെ പ്രവാസലോകത്തെ തിരക്കുള്ള മനഃശാസ്ത്രജ്ഞയാക്കിയതും പ്രവാസലോകത്തെ നൂറുകണക്കിന് സ്ത്രീകളെ ജീവിതത്തോട് പുഞ്ചിരിച്ച് മുന്നേറാൻ പ്രേരിപ്പിക്കുന്ന ആളാക്കിയതും. വൺസ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നു, ആൻഡ് ഇൻഫാക്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ ഇതിനെ ഒരു മാജിക് പോലെ എനിക്ക് ചേഞ്ചസ് വന്നപ്പോഴാണ് ദാറ്റ് ഇതിന് ഒരുപാട് ബെറ്റർ രീതിയിൽ എനിക്കിത് ചെയ്യാവുന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഡിഫിക്കൽട്ടി ഒരിക്കലും ഞാൻ പറയില്ല, ബിക്കോസ് അതെൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്ട്രീം ഞാൻ പോയി. ദാറ്റ് സൈക്കോളജി ചെയ്യുന്നതിനോടൊപ്പം ബിസൈഡ്സ് ഞാനിതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ്റെ പല ഓപ്പർച്യൂണിറ്റീസും നോക്കി. അപ്പോൾ പല കൺട്രീസിലും ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയ ആളുകളോട്, ഇപ്പോൾ NLP എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ ജീവനോടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, ഇപ്പോഴും ജീവനോടുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, അബ്രോഡ് പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ അതിൻ്റെ ട്രെയിൻ ചെയ്യുക. അപ്പോൾ അതിനകത്തൊക്കെ ഓരോരോ സ്പെഷ്യലൈസ് ചെയ്തു. ഇപ്പോൾ ഓരോ ഏരിയാസിൽ എവിടെയാണ് ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ അവർ ലാക്ക് ചെയ്യുന്ന ഒരു ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ഇങ്ങനെയുള്ള കുട്ടികൾ, അപ്പോൾ അത് ഞാൻ ഒരു കൺട്രിയിൽ പോയിട്ട് അതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തു. ഇത്തരത്തിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പഠനത്തിനായി സഞ്ചരിക്കുകയും 10,000-കണക്കിന് സ്ത്രീകളുമായി നേരിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളെ പഠിച്ച് സൈക്കോളജിയിൽ ഒരു ഡോക്ടറേറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട് സിജി. പുതിയ കാലത്ത് ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ കൃത്യമായി മനസ്സിലാക്കാതെയും പരിഗണിക്കപ്പെടാതെയും പോകുന്നു എന്നുള്ളതാണ് തന്നെ അലട്ടുന്നതെന്നും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവർക്ക് ധൈര്യം നൽകലാണ് താൻ ചെയ്യുന്നതെന്നും സിജി പറയും. പക്ഷേ ഇന്നത്തെ കാലത്ത് പിന്നെ അവർ ബിസിയായിരുന്നു, ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടും വീട്ടിലെ പണിയൊക്കെ ആയിട്ട്. ഇപ്പോഴത്തെ ആളുകൾക്ക് മേജർ പ്രോബ്ലം ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ വരുമ്പോൾ അതിനൊന്നും അഡ്രസ്സ് ചെയ്യാൻ പോലും ഇല്ല. ഒത്തിരി ന്യൂസൊക്കെ അരുൺ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതായിട്ട് കുഞ്ഞിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ കിണറ്റിൽ ഇടുക, അല്ലെങ്കിൽ അവർ സൂയിസൈഡ് ചെയ്യുന്നു. ഇതൊക്കെ വളരെ കോമൺ ആയി. റീസൺ ഇതൊന്നും അക്നോളജ് ചെയ്യാനും ഇതിനെ ജഡ്ജ് ചെയ്യാനും ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. പിന്നെയുള്ള ഒരു കാര്യമാണ് ഡ്യൂറിങ് മെൻസ്ട്രൽ പീരീഡും ഒക്കെ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന കുറേ മൂഡ് ചേഞ്ചസും മൂഡ് സ്വിങ്സും അതേപോലെ അവരുടെ ഒരു ഹോർമോണൽ ചേഞ്ചസിൽ വരുന്ന ഒരു സെർട്ടൻ അവരുടെ എൻ്റെ പേഴ്സണാലിറ്റി തന്നെ ബാധിക്കും. അപ്പോൾ അതിനൊന്ന് അഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു മെൻ്റൽ ഇൽനെസ്സിൽ കൂടെയാണ് പോകുന്നതെന്നുള്ളതൊന്നും ആരും ഐഡൻറ്റിഫൈ. സമൂഹത്തിലെ കൂടുതൽ വിഭാഗങ്ങളിലേക്ക് പഠനം വിപുലീകരിക്കാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം. ആയിരക്കണക്കിന് ആളുകളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് അവരുടെ മനസ്സറിഞ്ഞുള്ള പഠനം. അതിൽ മനസ്സിലായതും ഞെട്ടിക്കുന്ന വസ്തുതകളായിരുന്നു. അവരിലോട്ട് എത്തിപ്പെടാൻ ആക്ച്വലി ഈ പറയുന്ന പോലെ സംശയമായിരുന്നു അവർക്ക് എന്നോടുള്ളത്. ആൻഡ് ദെൻ ഞാൻ ശരിക്കും അവരെ മേ ബി ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു പേരിൽ അറിയപ്പെടാതെ അവരുടെ ഒരു ലൈഫ് സൈലൻ്റ് ആയിട്ട് അവരുടെ ഇമോഷൻസിനെ എല്ലാം സപ്രസ് ചെയ്ത് ഭയങ്കര ഒരു ബാഡ് മെൻറ്റാലിറ്റിയുടെ കൈൻഡ് ഓഫ് ഹോൾ വേൾഡിനോട് അവർക്ക് ദേഷ്യമായിരിക്കും. കാരണം എന്തുകൊണ്ട് അവരെ ആരും അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ട്സിൽ. പിന്നെ എന്തിന് ഞാൻ ജീവിക്കുന്നു, ഞാൻ ഒന്നിനും ഞാൻ വേർത്തല്ല ഈ ഭൂമിയിലെന്നൊക്കെയുള്ള അവരിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്തു. സെർട്ടൻ ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയും സെർട്ടൻ ആളുകളുടെ ഹെൽപ്പോട് കൂടിയൊക്കെ അവരിലെത്തി. അങ്ങനെയാണ് ഞാൻ വലിയ കമ്മ്യൂണിറ്റിയിലോട്ട് പോയത്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴൊക്കെ ഇപ്പോൾ ചിലരൊക്കെ എന്നോട് പറയായിരുന്നു, അവർ പുറം ലോകത്തിന് അറിയത്തില്ലായിരിക്കും ചിലരൊന്നും ട്രാൻസ്ജെൻഡർ ആണെന്ന്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു ഇതാണ്, ഇപ്പോൾ ഒരു നൗ ലെറ്റ്സ് സേ ഇപ്പോൾ അവരുടെ ചെറുപ്പകാലത്ത് തന്നെ അവരിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ അമ്മമാർ പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും ഇവർക്ക് ഓടിച്ചെന്ന് അവരുടെ സാരി എടുത്ത് കൊടുക്കാൻ തോന്നും. സാധാരണ അത് പെൺകുട്ടികൾക്ക് തോന്നാറുള്ള ഒരു കാര്യം. പിന്നെ നന്നായിട്ട് ആ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ നന്നായിട്ട് മേക്കപ്പ് ഇട്ടിട്ട് ഹോൾ ഡേ ഇരിക്കുക.
എല്ലാ ലിപ്സ്റ്റിക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരുങ്ങുന്ന പോലൊക്കെ. അപ്പോൾ ഇതൊന്നും ഇവർക്ക് ഒരാളോട് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടി കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അല്ലെങ്കിൽ അതൊരു വലിയ ക്രൈമായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൺകുട്ടികളുടെ കൂടി ഇരിക്കുന്നതിലും കംഫർട്ട് അവർ പെൺകുട്ടികളുടെ കൂടെ. ആൺകുട്ടികളുടെ ഇരിക്കുമ്പോൾ ഇവർക്ക് ഡീപ്പ് ഇൻസൈഡ്, എസ്പെഷ്യലി രാത്രികളിലൊക്കെ ഇവരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിക്ക് തരുന്ന സെയിം ഇമോഷൻ ആയിരിക്കും, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിരിക്കും തോന്നുന്നത്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് ഒരാളോട് പറഞ്ഞാരോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവരെയായിരുന്നു ഞാൻ കൂടുതലും ഫോക്കസ്ഡ് ആയിട്ട്, ബിക്കോസ് ഓൾറെഡി ആ കമ്മ്യൂണിറ്റിയിലോട്ട് വന്നവർ ഭയങ്കര ബോൾഡാണ്. ഇപ്പോൾ വർഷങ്ങളായി കുട്ടികളിലെ പ്രശ്നങ്ങളെയും അവരുടെ സ്വഭാവ വൈകല്യങ്ങളെയും കൃത്യമായി പരിഗണിക്കാനും അവയ്ക്ക് പരിഹാരം കാണാനുമായി അഹോരാത്രം പ്രയത്നിക്കുകയാണ് സിജി. അതിനും തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു കാരണം സിജി വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്കൊരു കുറച്ച് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു പാറ്റേൺ ഓഫ് ലേണിംഗ്, എനിക്ക് ഡിസ്ലെക്സി ഉണ്ടായിരുന്നു, വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മാത്സിലും സയൻസിലും ഒക്കെ അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളിലൊക്കെ മനസ്സിലാക്കാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ കേട്ടത് കുറേ കമ്പാരിസണും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി തന്നെയുള്ള ഏറ്റവും നന്നായി പഠിക്കുന്നവരെ വെച്ചുള്ള കമ്പയറും, അല്ലെങ്കിൽ ഞാൻ മോശക്കാരിയാണ്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കൊള്ളില്ല, ഞാൻ ഐ എം നോട്ട് ഗുഡ് ഇനഫ്, സ്മാർട്ട് ഇനഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു കേട്ടുകൊണ്ടത്. സോ ഇപ്പോഴത്തെ ഒരു വൺസ് ഞാൻ സൈക്കോളജിയിലോട്ട് വന്നപ്പം എൻ്റെ ഫോക്കസ് മോർ ഇൻ ടു ദാറ്റ് ഇങ്ങനെയുള്ള കുട്ടികളെ, എക്സ്പെഷ്യലി കുട്ടികളെ, അവരുടെ ഒരു ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്യുക. അവരുടെ എന്താണോ ലേണിംഗ് ഡിസബിലിറ്റി, അല്ലെങ്കിൽ എന്താണോ അവരെ ലിമിറ്റ് ചെയ്തിരിക്കുന്നതും, അല്ലെങ്കിൽ അവരെ ഏത് ഏരിയയിൽ ഫോക്കസ് ചെയ്താലാണ് അവരുടെ ഒരു ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊന്നും പൈസയല്ല എൻ്റെ ഔട്ട്കം, രാദർ ഇതിനൊരു റിസൾട്ട് അവരുടെ ഒരു ബെറ്റർ വേർഷൻ കാണുമ്പോൾ. അതെ, അറിവ് വിൽപ്പനച്ചരക്കാക്കാതെ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുക എന്നതാണ് സിജിയുടെ രീതി. അതിനാൽ തന്നെ പണത്തേക്കാൾ ഉപരി ഈ വിഷയത്തിൽ തനിക്കുള്ള താല്പര്യമാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് സിജി പറയുന്നു. ആയിരക്കണക്കിന് മാതാപിതാക്കളാണ് കുട്ടികളിലെ കഴിവുകൾ മനസ്സിലാക്കി മുന്നോട്ട് നയിക്കുന്നതിന് സിജിയോട് മനസ്സു നിറഞ്ഞ് ഇപ്പോൾ നന്ദി പറയുന്നത്. മനസ്സിന്റെ സന്തോഷം എന്തെന്ന് അറിയിക്കാൻ ഭയമകറ്റി പുതുജീവിതത്തിലേക്ക് കടക്കാൻ സഹായിക്കുന്ന കോൺക്വർ യുവർ ഫിയർ ടു ലീഡ് എ പ്രോസ്പെറസ് ആൻഡ് ഹാപ്പി ലൈഫ് എന്ന പുസ്തകവും സിജിയുടേതായിട്ടുണ്ട്. അതെ, ഈ പ്രവാസ ഭൂമിയിൽ ഇങ്ങനെയും വ്യത്യസ്തരുണ്ട്. പണമല്ല, മനസ്സിന്റെ സന്തോഷമാണ് വലിയ സ്വത്തെന്ന് കരുതുന്നവർ.